ഹലോ ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട് ഫ്രണ്ടിൽ സിംഗിൾ പ്ലീറ്റ് വരുന്ന മോഡൽ ഒരു എ ലൈൻ ടോപ്പിന്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. ആദ്യം നമ്മൾ ലൈനിങ്ങിലാണ് മെഷർമെന്റ് അടയാളപ്പെടുത്തുന്നത്. ഷോൾഡറിന് വേണ്ടി നമ്മൾ ആദ്യം 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഫുൾ ലെന്താണ് എടുക്കുന്നത്. ഫുൾ ലെന്ത് നമ്മളൊരു 38ഉം 1 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തുന്നു. വേസ്റ്റ് ലെന്ത് 14.5 ഇഞ്ചും ഹിപ്പ് ലെന്ത് 21 ഇഞ്ചും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഷോൾഡർ 6.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നു. ആം ഹോൾ ലെന്ത് 6 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി ചെസ്റ്റ് 9 ഇഞ്ചും 2 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തി കൊടുത്തു. ആം ഹോൾ ലെന്തിൻ്റെ പകുതി 3 ഇഞ്ച്. അത് വെച്ചിട്ട് നമുക്ക് ആം ഹോൾ റൗണ്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ടൊന്ന് അടയാളപ്പെടുത്തി നോക്കാം. നമുക്ക് 7.5 ഇഞ്ചാണ് വേണ്ടത്. ഇതിപ്പോൾ 8 ഇഞ്ച് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആം ഹോൾ ലെന്ത് ഒരു 1/2 ഇഞ്ച് കുറച്ച് കൊടുത്ത് 5.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ 5.5 ഇഞ്ചിൻ്റെ പകുതി 2.25 ഇഞ്ച് അടയാളപ്പെടുത്തി വീണ്ടും നമുക്ക് ആം ഹോൾ റൗണ്ട് വെച്ച് വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയെടുത്ത് ഒന്ന് അളന്ന് നോക്കുമ്പോൾ 7.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. വേസ്റ്റ് റൗണ്ട് 8 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഹിപ്പാണ് എന്ന് ഹിപ്പിന് നമ്മൾ 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നു. ഇനി ചെസ്റ്റും വേസ്റ്റും ഹിപ്പിലും കൂടെ ജോയിൻ ചെയ്തെടുക്കുക. സ്ലിറ്റ് അല്ലാത്തതുകൊണ്ട് എ ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് താഴോട്ട് അടയാളപ്പെടുത്തി കൊടുത്താൽ മതിയാവും. ഇനി ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ടാണ് 3/4 ഇഞ്ച് അകത്തേക്ക് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ എടുത്ത് നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അടയാളപ്പെടുത്തിയ അതേ ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമ്മൾ ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട് വരച്ചു കൊടുത്തത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ക്ലോത്ത്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് പീസ് നമ്മൾ മെയിൻ ക്ലോത്തിൽ വെച്ച് കൊടുക്കുക. മെയിൻ ക്ലോത്തിൽ നമുക്ക് ലെന്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. മെയിൻ ക്ലോത്തിന് 41 ഇഞ്ച് ലെന്താണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിനും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എ ലൈൻ ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഹിപ്പ് പാർട്ടിൻ്റെ അവിടെ നിന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ തന്നെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പം ബാക്ക് പാർട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഫ്ലെയറിന് ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി. എന്നിട്ട് ഫ്ലെയറിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ ഭാഗത്തേക്ക് ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. രണ്ടായിട്ട് മടക്കിയിട്ട ഫാബ്രിക്കിന് ഒരു 4 ഇഞ്ച് എൻഡ് വരെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ആ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് ലൈനിങ് പാർട്ട് വെച്ചിട്ട് അതേ അളവിൽ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് പാർട്ട്. ഇപ്പോൾ ഈ 2 പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഗ്യാദേഴ്സ് വരുന്ന മോഡൽ ഒരു സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 1.5 ഇഞ്ച് നമ്മൾ ഒരു ബാൻഡും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. സ്ലീവിൻ്റെ ലെന്ത് വരുന്നത് 4.5 ഇഞ്ചും വിഡ്ത്ത് 7.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇവിടെ നിന്നൊരു 4 ഇഞ്ച് താഴ്ത്തി നമ്മൾ ഡെപ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് താഴേക്ക് വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഷേപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഈ 4.5 ഇഞ്ച് എവിടെ വരുന്നതോടെ അവിടെ നിന്നും ചരിച്ച് വരച്ചു കൊടുക്കുക. ചരിച്ച് വരച്ചതിന് ശേഷം ഈ വരയുടെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് ആം ഹോൾ സ്കെയിലില്ലേ, ആം ഹോൾ കർവ് വരയ്ക്കുന്ന ആ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ആ സെൻറ്ററിൽ വെച്ചിട്ട് 2 സൈഡും ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇനി ഗ്യാദേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ 7.5 ഇഞ്ച് വിഡ്ത്താണ് അവിടെയും കൊടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ഈ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളതിന് ബാൻഡിന് വേണ്ടിയിട്ടാണ് അടയാളപ്പെടുത്തി എടുക്കുന്നത്. രണ്ടായിട്ട് തുണി മടക്കിയിട്ടിട്ട് ഒരു 2 ഇഞ്ചാണ് നമ്മൾ വീതി കൊടുക്കുന്നത്.
18 ഇഞ്ച് ലെന്ത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സ്ലീവിന് വേണ്ടി ഇതേ അളവ് തന്നെ എടുത്ത് വെച്ചിട്ട് ഒരു പാർട്ടും കൂടി ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഫുൾ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോയുടെ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്